പുതിയ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും VD സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം നീളുകയാണ്. സുപ്രധാനമായ ചില വകുപ്പുകളെ ചൊല്ലി കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമിടയിൽ ഇപ്പോഴും ശക്തമായ തർക്കങ്ങൾ നിലനിൽക്കുന്നതാണ് പട്ടിക ലോക് ഭവന് കൈമാറുന്നതിന് തടസ്സമായിരിക്കുന്നത്. ലീഗിന് ഫിഷറീസ് വകുപ്പ് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിനുള്ളിൽ പ്രധാനമായും എതിർപ്പുകൾ ഉയർന്നിട്ടുള്ളത്. കേരളത്തിലെ തീരദേശ മേഖലകളിൽ, പ്രത്യേകിച്ച് ലത്തീൻ സഭ ഉൾപ്പെടെയുള്ള തീരദേശ സമൂഹങ്ങളിൽ നിന്ന് ഉയർന്നേക്കാവുന്ന രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് ഫിഷറീസ് വകുപ്പ് കോൺഗ്രസ് തന്നെ കൈവശം വെക്കണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ ശക്തമായ ആവശ്യം. എന്നാൽ നേരത്തെ ലീഗ് നോട്ടമിട്ടിരുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ പകരം ഫിഷറീസ് വകുപ്പ് തങ്ങൾക്ക് വേണമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് യുവ നേതാവ് റോജി M. ജോണിന് നൽകാനായിരുന്നു കോൺഗ്രസ് ഉന്നതാധികാര സമിതിയിൽ ധാരണയായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ലീഗ് ഫിഷറീസ് വകുപ്പിനായി കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നത്. മറുവശത്ത് കോൺഗ്രസ് മന്ത്രിമാർക്കിടയിലെ വകുപ്പ് വിഭജനത്തിലും ചില അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് T. സിദ്ദിഖിന് കൃഷി വകുപ്പ് നൽകാനാണ് ഒടുവിൽ തീരുമാനിച്ചതെങ്കിലും അദ്ദേഹത്തിന് ഈ വകുപ്പ് ഏറ്റെടുക്കുന്നതിൽ ഒട്ടും താൽപ്പര്യമില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സുപ്രധാനമായ മറ്റു ചില വകുപ്പുകൾക്കായി സിദ്ദിഖ് അനുകൂലികൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മുന്നണിയിലെയും പാർട്ടിയിലെയും ഇത്തരം ആഭ്യന്തര തർക്കങ്ങളൊക്കെ പരിഹരിച്ച് സമവായത്തിലെത്താൻ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ അണിയറയിൽ തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകാത്തതിനാൽ ലോക് ഭവനിൽ നിന്നുള്ള ഔദ്യോഗിക വിജ്ഞാപനം വൈകുകയാണ്.